ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉത്രാട നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. വിഷുഫലം പറയുന്നത് സാധാരണ ഒരു വാർഷിക ഫലം ഒരു നക്ഷത്രത്തെ വെച്ച് മാത്രം പറയുന്നത് എപ്പോഴും 100% ശരിയാക്കാനുള്ള നിർബന്ധമില്ല. നമ്മളെ നക്ഷത്രത്തിൻ്റെ രാശിയും കൂറും അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് അത് കൂറിൽ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള പ്ലാനറ്റുമായിട്ട് ബാക്കിയുള്ള ഗ്രഹങ്ങളുമായിട്ട് അതിൻ്റെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ആ പ്ലാനറ്റ്സ് എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് ബന്ധപ്പെടുത്തിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അതുകൊണ്ട് 100% ശരിയാക്കാനുള്ള നിർബന്ധമില്ല. പക്ഷേ ജാതകത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ വിശ്വാസം ഇല്ലാത്തവർക്കോ ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ നമ്മൾ ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് പറയാം. ഉത്രാട നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ 2 നല്ല രാശികൾ, ധനുരാശിയും മകരരാശിയും 2 നല്ല രാശികളാണ്. 2 നല്ല രാശിയിലും പെട്ടവരാണ് ഉത്രാട നക്ഷത്രക്കാർ. ഉത്രാട നക്ഷത്രക്കാർ ആദ്യത്തെ കാൽഭാഗത്തിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അവർ ധനുരാശിക്കാരും ബാക്കിയുള്ള മുക്കാൽ ഭാഗത്താണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അവർ മകരരാശിക്കാരുമായിരിക്കും. 2 നല്ല രാശിയാണ്. ഉത്രാട ധനുരാശി വന്നിട്ട് വ്യാഴനാണ് ധനുരാശിയുടെ നാഥൻ. അതുപോലെ മകരരാശിയുടെ നാഥൻ വന്നിട്ട് അധിപൻ വന്നിട്ട് ശനിയുടെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ശനിയുടെ വീട്ടിലിരിക്കുമ്പോൾ ശനി എങ്ങനെ ദോഷം ചെയ്യുക? പിന്നെ അതുപോലെ ആ വീട്ടിൽ തന്നെയാണ് ചൊവ്വ വളരെ പ്രൗഢിയിലും വളരെ പ്രസന്നതയിലും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൊവ്വയും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ വ്യാഴൻ എല്ലാത്തിനെയും രക്ഷിച്ചോളും. അപ്പോൾ വ്യാഴനിരിക്കുന്നവർക്ക് നല്ലത് തന്നെയാണ്. മകരരാശിയിൽ വന്നു കഴിഞ്ഞാൽ ശനിയുടെ വീട്ടിൽ വരുമ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ മകരരാശിയിലും ധനുരാശിയിലും നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു നല്ല നക്ഷത്രം തന്നെയാണ് ഉത്രാടം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഉത്രാട നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവർ എപ്പോഴും സ്വന്തം പ്രയത്നം കൊണ്ട് വലിയ ഭൂസ്വത്തോ അങ്ങനെയൊക്കെ കാണണം നിർബന്ധമൊന്നുമില്ല. സ്വന്തം പ്രയത്നത്താൽ ജീവിക്കുന്നവരായിരിക്കും. പിന്നെ ആരോടും അധികം ധിക്കാരം കാണിക്കത്തില്ല. അവർ ചെറുപ്പകാലത്ത് ഭയങ്കര വിഷമങ്ങൾ അനുഭവിച്ചവരായിരിക്കും. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ആരോടും വലിയ ധിക്കാരമൊന്നും കാണിക്കാറില്ല. അവർ പിന്നീട് തന്നെത്താനെ മുന്നോട്ട് വന്നവരായിരിക്കും. പക്ഷേ അതേസമയത്ത് അവരുടെ ആത്മവിശ്വാസം കഴിഞ്ഞ കാലത്തെ നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. കഴിഞ്ഞ കാലത്തെ തിരിച്ചടികൾക്ക് ശേഷം ഇപ്പോൾ പുരോഗതി, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക നേട്ടം, ചെറുപ്പകാലത്തുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശേഷം ഇപ്പോൾ പുരോഗതി, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക നേട്ടം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം. സ്വന്തം വളർച്ചയ്ക്കും കുടുംബ സൗഹാർദ്ദത്തിനും ഇത് നല്ലൊരു വർഷമായിരിക്കും. പക്ഷെ സന്താനങ്ങൾ എപ്പോഴും പറഞ്ഞാൽ കേട്ടുകൊള്ളുന്ന നിർബന്ധമില്ല. സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. ശത്രുക്കളെ നേരിടാൻ ധൈര്യവും ക്ഷമയും പ്രദർശിപ്പിക്കും. വ്യത്യസ്ത മേഖലകളിൽ വിജയങ്ങൾ നേടാനും സാധിക്കും. ആരോഗ്യവും മാനസിക സമാധാനവും വീണ്ടെടുക്കും. പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കും. വിദേശ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വരും. ബിസിനസ് മേഖലയിൽ പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ടുവരാം. സംഘടനാ കഴിവുകൾ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തിടുക്കം കാണിക്കാതെ നിർഭാഗ്യകരമായ തീരുമാനങ്ങൾ ഒഴിവാക്കണം. പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുത്തു കളയരുത്. തന്ത്രപൂർവമായ തീരുമാനങ്ങളെ എടുക്കുവാൻ പാടുള്ളൂ. വ്യാപാര ലാഭം ലഭിക്കും. ഭൂമിയിലോ സ്വത്തിലോ നിക്ഷേപം അനുകൂലമായ ഫലങ്ങൾ നൽകും. സമ്പത്ത് വർദ്ധിക്കാൻ ഇടയാകും. ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധ വേണം. ബഡ്ജറ്റ് ക്രമീകരിച്ച് സാമ്പത്തിക പദ്ധതികൾ തയ്യാറാക്കണം. കൂടുതൽ ലാഭം നേടാൻ ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കാം. കുടുംബ സൗഹൃദം കൂടുതൽ വഷളാവാൻ സാധ്യതയില്ല. പക്ഷേ സന്താനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. സന്തോഷകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും. വിവാഹ അഭിലാഷമുള്ളവർക്ക് വിവാഹം വരും. മുതിർന്നവർ നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിക്കും. കുടുംബത്തിൽ പുതിയ കല്യാണം കഴിഞ്ഞ് മണവാളനോ മണവാട്ടിയോ വരാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം. അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുക. കുടുംബത്തിൽ കൂടുതൽ സമയം കുടുംബവുമായിട്ട് ബന്ധപ്പെടുക, കുടുംബവുമായിട്ട് കഴിയുക. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, വ്യായാമം എന്നിവ അനുയോജ്യമാണ്. പക്ഷേ വൃക്ക സംബന്ധമായ അസുഖം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രപരിശോധന എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഗാസ്ട്രിക് വയറ്റിലും ആമാശയത്തിലും ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ ആഹാരശീലങ്ങൾ നടത്തുക.
കൂടുതൽ സമയം വിശ്രമത്തിനായി ചിലവഴിക്കുക. വൃക്കയ്ക്ക് അസുഖം വരുന്നത് പ്രഷർ മൂലമാണ്. അതുകൊണ്ട് പ്രഷർ വരാണ്ട് സൂക്ഷിക്കുക, ബ്ലഡ് പ്രഷർ വരാണ്ട് സൂക്ഷിക്കുക. ആരോഗ്യ പരിശോധനകൾ നിർബന്ധമായും നടത്തണം. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കുടുംബത്തോടും സുഹൃത്തുക്കളോടും നല്ല ബന്ധം പുലർത്തുക. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുക. സമ്പത്ത് സംരക്ഷിക്കാൻ ശ്രദ്ധയോടെ നിക്ഷേപങ്ങൾ നടത്തണം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇത് വിജയകരമായ വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.